ദിവസങ്ങൾ നീണ്ട ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ, അതിനൊടുവിൽ ഇപ്പോൾ KPCC ഔദ്യോഗികമായി ആദ്യമായി ഒരു 1.5 കൊല്ലത്തോളത്തിനിടയിൽ ആദ്യമായി ഇതാ കോൺഗ്രസ് പിരിച്ച കണക്കിന്റെ ഒരു കണക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പ്രതികരണം, ഔദ്യോഗികമായ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനായി കോൺഗ്രസ് പിരിച്ച തുകയുടെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഭവന നിർമ്മാണത്തിനായി കോൺഗ്രസ് 6,43,00,000 രൂപയാണ് പിരിച്ചത്. ഇതിൽ 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് നൽകി. 2 ഘട്ടങ്ങളിലായി ഭൂമി വാങ്ങിയതിന് 6,18,00,000 രൂപ ചെലവായെന്നും KPCC പ്രസിഡന്റ് അറിയിച്ചു. പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ടെടുത്ത ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് 5,38,21,632 രൂപയാണ്. ആദ്യഘട്ടത്തിൽ 3 ഏക്കർ 24.5 സെന്റ് ഭൂമി KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെ പേരിൽ 3,68,36,382 രൂപ മുടക്കി ആ സ്ഥലം വാങ്ങി. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് അത് 2 ഏക്കർ 18 സെന്റ് ഭൂമിയാണ്. അതിന് 2,50,30,272 രൂപ കൊടുത്തു. ഈ കൊടുത്ത സംഖ്യ കിട്ടിയത് കഴിച്ച് ഇതിനായിട്ട് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും പിരിച്ചത് തികയാതെ വന്നപ്പോൾ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ അധികമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. വാങ്ങിയ സ്ഥലത്ത് വീടുകൾ ഉണ്ടാക്കാൻ പണം കണ്ടെത്തുമെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. ഇല്ല, ഇനി ഫണ്ട് കളക്ഷൻ ഇല്ല. കോൺഗ്രസ് പാർട്ടിയുടെ അതാ ഞാൻ പറഞ്ഞ തനത് ഫണ്ടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലാതെയുള്ള ഫണ്ട് ഉപയോഗിച്ച് AICCയുടെയും KPCCയുടെയും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ഞങ്ങൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കും. അജീഷ് ജയകുമാറുണ്ട് കണ്ണൂരിൽ നിന്ന്. അജീഷ്, ഇതാദ്യമായാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണക്ക് KPCCയുടെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പുറത്തുവിടുന്നത്. നേരത്തെയൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ, ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുമ്പോൾ ഓരോരുത്തരും ക്ഷുഭിതരാവുകയായിരുന്നു. അല്ലെങ്കിൽ കണക്കുണ്ട്, അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ CPMന് മറുപടി പറയേണ്ടതില്ല എന്ന തരത്തിലായിരുന്നു പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഒടുവിൽ ഇലക്ഷന്, വോട്ടെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ, പ്രത്യേകിച്ച് വിമർശനങ്ങൾ അതിൻ്റെ ഒരു പീക്കിലെത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആദ്യമായി കണക്ക് പുറത്തുവിടുന്നത്. അനിൽ, ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു ഈ വയനാട് ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ എന്നുള്ളത്. CPM ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ടിരുന്നതും ഈ ഒരു ചോദ്യമായിരുന്നു. ഈ ചോദ്യമായി പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷനെയും ഒക്കെ സമീപിക്കുമ്പോൾ അവരെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്നത്. പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ അവസാനം പുറത്തുവിടുമെന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് KPCC അധ്യക്ഷൻ ഈ പിരിച്ച പണത്തിൻ്റെ മുഴുവൻ കണക്കുകളും, വരവ് ചെലവ് കണക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കുകയായിരിക്കുകയാണ്. ആകെ ഏറ്റെടുക്കേണ്ട ഭൂമി ഈ 5 ഏക്കർ 42 സെന്റ് സ്ഥലമാണ് ഈ വീട് വെച്ചു നൽകാൻ ഇവർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ 3 ഏക്കർ 24 സെന്റ് സ്ഥലമാണ് വാങ്ങിയത്. ഇതിനായി ചെലവഴിച്ചത് 3,68,36,000 രൂപയാണ് ഈ 3 ഏക്കർ സ്ഥലം വാങ്ങാനായി ചെലവഴിച്ചത്. ഇത് ഈ വസ്തുവിൻ്റെ വില കൂടാതെ രജിസ്ട്രേഷനും മുദ്രപത്രത്തിനും TDSനും അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അടക്കമുള്ള തുകയാണ് ഈ 3,68,00,000 രൂപ. ഈ 2 അക്കൗണ്ടുകൾ വഴിയാണ് ഈ പണം പിരിച്ചത്. അത് K. സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. പ്രതിപക്ഷ നേതാവിൻ്റെ അക്കൗണ്ടിലും KPCC അധ്യക്ഷൻ്റെ അക്കൗണ്ടിലും ഈ 2 അക്കൗണ്ടുകളിലുമായിട്ടാണ് ഈ പണപ്പിരിവ് എത്തിയത്. കൂടാതെ ഈ യൂത്ത് കോൺഗ്രസ് പിരിച്ച 1,05,00,000 രൂപ ഈ പണവും KPCCയുടെ ഫണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ സ്ഥലം വാങ്ങിയത്, അത് 2 ഏക്കർ 18 സെന്റ് സ്ഥലമാണ് വാങ്ങിയത്. ഇതിനായി 2,50,00,000 രൂപയാണ് ചെലവായത്. ഇതിൻ്റെ ഈ ഡോക്യുമെൻറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിന് നടക്കാനുണ്ട്. അതിന് ഏതാണ്ട് 73,90,000 രൂപ ചെലവഴിക്കാനുണ്ട്. ആ പണം ഇതുവരേക്കും കണ്ടെത്തിയിട്ടില്ല. കൂടാതെ ഈ പിരിച്ച പണം കൂടാതെ KPCC അവരുടെ തനത് ഫണ്ടിൽ നിന്ന് 97,00,000 രൂപ കൊടുത്തതായിട്ടും KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ സ്ഥലം വാങ്ങിയതിൻ്റെ പണത്തിനാണ് ഈ പിരിച്ച പണം മുഴുവനും ചെലവാക്കിയിട്ടുള്ളത്. ഇതിൽ 130 വീടുകൾ വെച്ച് നൽകുമെന്നാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകമായി ഇനി പണം പിരിക്കില്ല, ഈ ദുരന്ത ബാധിതരെ മുൻനിർത്തി ഇതിന് പണം പിരിക്കില്ല എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. പകരം AICCയുടെയും
KPCCയുടെയും തനത് ഫണ്ടിൽ നിന്ന് ഈ പണം എടുത്ത് ചെലവഴിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്ന് ഈ 130 വീടുകൾ വച്ച് നൽകും, എത്ര രൂപയായിരിക്കും അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചെങ്കിലും അതിലൊന്നും അതിന് വ്യക്തമായൊരു ഉത്തരം KPCC അധ്യക്ഷൻ നൽകിയില്ല. എന്തായാലും വൈകാതെ തന്നെ ഈ വീടുകൾ വച്ചു നൽകും, അതിന് KPCCയുടെയും AICCയുടെയും തനത് ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തും എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഏറെ നാളായി ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം, അതിന് ഇപ്പോൾ KPCC അധ്യക്ഷൻ ഉത്തരം നൽകിയിട്ടുണ്ട്. എന്തായാലും വീട് വയ്ക്കാനുള്ള പണം ഇപ്പോൾ KPCC പിരിച്ച പണത്തിൽ നിന്ന് ഇല്ല, അത് ഇനി കൂടുതലായി കണ്ടെത്തേണ്ടതുണ്ട്, അത് തനത് ഫണ്ടിൽ നിന്ന് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.